ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സിൻ്റെയാണ്. അപ്പോൾ PSC വരുന്ന എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള 25 കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ് നമ്മളിന്ന് എടുക്കുന്നത്. ഇത് ഈ സീരീസിൻ്റെ 4ാമത്തെ പാർട്ടാണ്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ആ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യം. ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യമാണ് ജപ്പാൻ. ജപ്പാനാണ് ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യം. അപ്പോൾ നമുക്ക് ബാക്കി 4 രാജ്യങ്ങളുടെ പേരൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. ആദ്യത്തേത് USA, 2ാമത്തെ രാജ്യം റഷ്യ, 3ാമത്തെ രാജ്യം ചൈന, 4ാമത്തെ രാജ്യം ഇന്ത്യ. ഒഡീഷ മുഖ്യമന്ത്രി ആരാണ്? മോഹൻ മജ്ഹി. ഒഡീഷ മുഖ്യമന്ത്രിയാണ് മോഹൻ മജ്ഹി. ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാണ് N. ചന്ദ്രബാബു നായിഡു. N. ചന്ദ്രബാബു നായിഡു ആണ് ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ മുഖ്യമന്ത്രി. ജപ്പാൻ ഇന്ത്യ നാവിക അഭ്യാസം ജിമെക്സ് 2024 വേദി. ജപ്പാൻ ഇന്ത്യ നാവിക അഭ്യാസം ജിമെക്സ് 2024 വേദി യോക്കോസുകയാണ് ജപ്പാൻ ഇന്ത്യ നാവിക അഭ്യാസമായ ജിമെക്സ് 2024 വേദി. കേരള കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ്. അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം. ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യമാണ് ജപ്പാൻ. USA, റഷ്യ, ചൈന, ഇന്ത്യയാണ് ബാക്കി 4 രാജ്യങ്ങൾ. ഒഡീഷ മുഖ്യമന്ത്രിയാണ് മോഹൻ മജ്ഹി. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയാണ് N. ചന്ദ്രബാബു നായിഡു. ജപ്പാൻ ഇന്ത്യ നാവിക അഭ്യാസമായ ജിമെക്സ് 2024 വേദിയാണ് യോക്കോസുക. കേരള കൃഷി വകുപ്പ് മന്ത്രിയാണ് P. പ്രസാദ്. 2024 ലോക തണ്ണീർത്തട ദിന പ്രമേയം. 2024 ലോക തണ്ണീർത്തട ദിന പ്രമേയമാണ് വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് ആണ് 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം. 2024 ലോക പുസ്തക ദിനത്തിൻ്റെ പ്രമേയം. 2024 ലോക പുസ്തക ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? റീഡ് യുവർ വേ ആണ് 2024 ലോക പുസ്തക ദിനത്തിൻ്റെ പ്രമേയം. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കുള്ള സാക്ഷരതാ മിഷൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ്. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കുള്ള സാക്ഷരതാ മിഷൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് പച്ചമലയാളം. സ്വരാജ് ട്രോഫി 2022-23 വർഷത്തിലെ മികച്ച ജില്ലാ പഞ്ചായത്ത്. സ്വരാജ് ട്രോഫി 2022-23 വർഷത്തിലെ മികച്ച ജില്ലാ പഞ്ചായത്താണ് തിരുവനന്തപുരമാണ് സ്വരാജ് ട്രോഫി 2022-23 മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ISRO ചെയർമാനാണ് S. സോമനാഥ്. DRDO ചെയർമാനാണ് സമീർ വി കമത്താണ് DRDO ചെയർമാൻ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. 2024 ലോക തണ്ണീർത്തട ദിന പ്രമേയമാണ് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. 2024 ലോക പുസ്തക ദിനത്തിൻ്റെ പ്രമേയമാണ് റീഡ് യുവർ വേ. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കുള്ള സാക്ഷരതാ മിഷൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് പച്ചമലയാളം. സ്വരാജ് ട്രോഫി 2022-23 വർഷത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം. ISRO ചെയർമാനാണ് S. സോമനാഥ്. DRDO ചെയർമാനാണ് സമീർ വി കാമത്ത്. ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടിയുടെ വേദി. ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടിയുടെ വേദി ബ്രിട്ടനാണ് ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടിയുടെ വേദി. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് ഡിജി കേരളമാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി. കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ മന്ത്രി. കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ മന്ത്രി സജി ചെറിയാനാണ് കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ മന്ത്രി. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഒട്ടക വർഷമായി ആചരിച്ചത്
ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഒട്ടകവർഷമായി ആചരിച്ചത് 2024. 2024 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഒട്ടകവർഷമായി ആചരിച്ചത്. ഇന്ത്യയുടെ അറ്റോർണി ജനറലാണ് ആർ വെങ്കിട്ടരമണ. ആർ വെങ്കിട്ടരമണയാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടിയുടെ വേദി ബ്രിട്ടൻ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ഡിജി കേരളം. കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ മന്ത്രി സജി ചെറിയാൻ. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഒട്ടകവർഷമായി ആചരിച്ചത് 2024. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണ. വനിതാ സംവരണ ബില്ലായ നാരി ശക്തി വദൻ അധിനിയം ബിൽ രാജ്യസഭ പാസാക്കിയത്. വനിതാ സംവരണ ബില്ലായ നാരി ശക്തി വദൻ അധിനിയം ബില്ല് രാജ്യസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 21. 2023 സെപ്റ്റംബർ 21 നാരി ശക്തി വദൻ അധിനിയം ബിൽ രാജ്യസഭ പാസാക്കിയത്. നാരി ശക്തി വദൻ അധിനിയം ബില്ല് പ്രസിഡന്റ് ഒപ്പുവച്ചത് എന്ന്. നാരി ശക്തി വദൻ അധിനിയം ബില്ലിൽ പ്രസിഡന്റ് ഒപ്പുവച്ചത് എന്ന് 2023 സെപ്റ്റംബർ 28. 2023 സെപ്റ്റംബർ 28 നാരി ശക്തി വദൻ അധിനിയം ബില്ലിൽ പ്രസിഡന്റ് ഒപ്പുവച്ചത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളിയാണ് സഞ്ജു സാംസൺ. സഞ്ജു സാംസണാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി. അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് എന്ന്. അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് എന്ന് 2024 ജനുവരി 22. 2024 ജനുവരി 22 അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്. 2024 ഹരിവരാസന പുരസ്കാരം നേടിയത്. 2024 ഹരിവരാസന പുരസ്കാരം നേടിയത് PK വീരമണിദാസൻ. PK വീരമണിദാസനാണ് 2024 ഹരിവരാസൻ പുരസ്കാരം നേടിയത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. വനിതാ സംവരണ ബില്ലായ നാരി ശക്തി വദൻ അധിനിയം ബിൽ രാജ്യസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 21. നാരി ശക്തി വദൻ അധിനിയം ബിൽ പ്രസിഡന്റ് ഒപ്പുവച്ചത് 2023 സെപ്റ്റംബർ 28. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളിയാണ് സഞ്ജു സാംസൺ. അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് 2024 ജനുവരി 22. 2024 ഹരിവരാസന പുരസ്കാരം നേടിയത് PK വീരമണിദാസൻ. 2023 മുതൽ G20യിൽ പുതിയതായി ഉൾപ്പെടുത്തിയ അംഗം. 2023 മുതൽ G20യിൽ പുതിയതായി ഉൾപ്പെടുത്തിയ അംഗം ആഫ്രിക്കൻ യൂണിയൻ. ആഫ്രിക്കൻ യൂണിയനാണ് 2023 മുതൽ G20യിൽ പുതിയതായി ഉൾപ്പെടുത്തിയ അംഗം. 2025 G20 ഉച്ചകോടി വേദി എവിടെ? 2025 G20 ഉച്ചകോടി വേദി ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിലാണ് 2025 G20 ഉച്ചകോടി നടക്കുന്നത്. 2024 ലോക ആരോഗ്യദിന പ്രമേയം. 2024 ലോക ആരോഗ്യദിന പ്രമേയം മൈ ഹെൽത്ത് മൈ റൈറ്റ്, അഥവാ എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് 2024 ലോക ആരോഗ്യദിനത്തിൻ്റെ പ്രമേയം. 2024 ലോക ഭൗമദിന പ്രമേയം. 2024 ലോക ഭൗമദിന പ്രമേയം എന്താണ്? പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് ആണ് 2024 ലോക ഭൗമദിന പ്രമേയം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. 2023 മുതൽ G20യിൽ പുതിയതായി ഉൾപ്പെടുത്തിയ അംഗമാണ് ആഫ്രിക്കൻ യൂണിയൻ. 2025 G20 ഉച്ചകോടി വേദി ദക്ഷിണാഫ്രിക്ക. 2024 ലോക ആരോഗ്യദിന പ്രമേയമാണ് മൈ ഹെൽത്ത് മൈ റൈറ്റ്, അഥവാ എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 2024 ലോക ഭൗമദിന പ്രമേയമാണ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. അപ്പോൾ ഇത്രയാണ് 25 ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക, നോട്ട്സൊക്കെ എഴുതി വെച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്